കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസ്സിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഇതിൽ വായിക്കുമ്പോൾ പാപം ചെയ്ത ദൂതന്മാർ എന്ന് കാണുന്നു. അപ്പോൾ ദൂതന്മാർ പാപം ചെയ്തുവോ? നാം ഇതിൽ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൂതന്മാരുണ്ടായിരുന്നു. എപ്പോഴും കർത്താവിന് സേവ ചെയ്യുന്ന അല്ലെങ്കിൽ പാട്ടുകൾ പാടുന്ന ആരാധിക്കുന്ന ഒരു കൂട്ടം ദൂതന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് ദൂതന്മാർക്ക് ഈ ദൈവത്തിനേക്കാളും മുകളിൽ കയറണമെന്നും ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്നിടത്ത് ഞങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കണമെന്നൊക്കെ ഉള്ള ഒരു ഒരു വല്ലാത്ത മോഹം ഉണ്ടായി. അപ്പോൾ ഇവരുടെ സർവജ്ഞാനിയായ ദൈവത്തിന് ഈ ദൂതന്മാരുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിലിരുന്നത് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ ഈ ദൂതന്മാരെ ഒറ്റ വാക്കുകൊണ്ട് അവിടെ അന്ധതമസ്സിൻ്റെ ചങ്ങലയിട്ടെന്ന് പറഞ്ഞാൽ ഇരുളിൻ്റെ ചങ്ങല എന്നർത്ഥം ഇട്ട് നരകത്തിലേക്ക് കാപ്പാനായിട്ട് ഏൽപ്പിച്ചു. എന്നിട്ട് അന്ത്യ ന്യായവിധിക്കായി അവരെ കാവലിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്കിന്ന് ദോഷങ്ങൾ ചെയ്യുന്ന ഈ ദൂതന്മാരുടെ ശക്തി കൊണ്ടാണ് സകല ഈ ദുർമന്ത്രവാദങ്ങളായാലും ദുഷ്ടശക്തിയുടെ കാര്യങ്ങളായാലും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ആ ഒരു ദൈവസന്നിധിയിലായിരുന്ന ദൂതന്മാർക്ക് ആ ഒരു ചെറിയ നിരൂപണം, ഞങ്ങൾക്കൊന്ന് പോലെ ആയാൽ കൊള്ളാം എന്നുള്ള ഒരു നിരൂപണം മാത്രം ഉള്ളതിനെ അറിഞ്ഞ ദൈവം അവരെ നിത്യനാശത്തിലേക്ക് അല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് ഇടാനായിട്ട് തന്നെ ഉടനെ ബന്ധിച്ചുവെങ്കിൽ ഇന്ന് കള്ളപ്രവാചകന്മാരെയും അല്ലെങ്കിൽ സുവിശേഷകന്മാരെയും കർത്തർ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിച്ച് നോക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും തൻ്റെ നാമത്തിന് ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. ആ ഒരു പ്രസക്തി ഒരു മനുഷ്യന് കൊടുക്കുകയുമില്ല. ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് വലിയ ആളാകുവാൻ നടക്കുന്ന ചില ദൈവദാസന്മാരും ദൈവദാസിമാരുമുണ്ട്, ചില ദൈവമക്കളുമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവസന്നിധിയിൽ നമ്മളൊന്നുമില്ലെന്ന് താഴ്ത്തി കൊടുക്കേണ്ടതാണ്. പാടുവാനോ പ്രാർത്ഥിക്കുവാനോ പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ പ്രവചനം പറയുവാനോ ദൂത് പറയുവാനോ എന്തെങ്കിലും ഒരു താലന്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. അത് ഒരു മനുഷ്യന് പണം സമ്പാദിക്കുവാനോ അല്ലെങ്കിൽ അത് വെച്ച് ദുരുപയോഗം ചെയ്ത് തനിക്ക് പേരും പുകഴും ഉണ്ടാക്കുവാനല്ല. അത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഒരു പേരിന് വേണ്ടിയോ പുകഴ്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയോ ആരെങ്കിലും ദൈവവേല ചെയ്യുമെങ്കിൽ നിങ്ങളടുത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ദൈവം ശപിച്ചു വിട്ട ദൂതന്മാരുടെ ശക്തിയാണ്, അല്ലാതെ ദൈവത്തിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ ശക്തി അല്ല. അങ്ങനെയുള്ളവരെ അടയാളം കണ്ട് മാറി നിൽക്കാൻ ജനം പഠിക്കണം. അതുകൊണ്ട് കള്ളപ്രവാചകനം പറയുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം വെച്ചുകൊണ്ട് സമ്പാദിക്കുകയോ നാം നോക്കരുത്. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവം എന്തെങ്കിലും ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിൻ്റെ കൃപകളെ ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരാളുടെ അതൊരു ആത്മാവിൻ്റെ ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടി നാം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, പാപം ചെയ്ത ദൂതന്മാരെ പോലെ കർത്താവെ, ഇന്ന് ദൂതതുല്യരായി നീ ഞങ്ങളെ വെച്ചിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ നാമം ചൊല്ലി ഒരിക്കലും കർത്താവെ ദൈവം പാപം ചെയ്യുവാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തന്നെ ഉയർത്തുവാനോ തന്നെ ബഹുമതി നേടുവാനോ ദൈവസന്നിധിയിൽ കർത്താവെ ഒരുത്തർക്കും കർത്താവെ അങ്ങേ അധികാരം കൊടുത്തിട്ടില്ല. അങ്ങയുടെ കയ്യിൽ നിന്ന് കർത്താവെ ദാനമായി ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ അത് ദാനമായി തന്നെ കൊടുക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കർത്താവെ ദൈവമേ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ നിൻ്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ഒരിക്കലും അങ്ങ് ശപിച്ച ദൂതന്മാരുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ പൈതങ്ങളെ ഭരിക്കുവാൻ ഇടയാകരുതേ അപ്പാ. അങ്ങയുടെ വിശുദ്ധ ആത്മാവിനാൽ ദൈവമേ അന്ത്യം വരെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.